Hi dear friends, welcome back to Silent Learning. മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാപ്സ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. നമുക്കറിയാം എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മക്കൾക്ക് അറിയില്ലെങ്കിൽ മിസ് പറഞ്ഞു തരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ത്? ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് മാപ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എൻ്റെ മക്കൾ ഈ ഒരു മാപ്പ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എ, അതേപോലെ ഇ, ഡി, സി, ബി, എഫ്. എന്താണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ അറിയോ? എ ബി സി ഡി എഫ് എന്നുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ആൽഫബറ്റ്സ് ആണല്ലേ? ആക്ച്വലി ഇറ്റ്സ് ആൽഫബറ്റ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇത് മീൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എ എന്ന് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് ഒരു സാധനത്തിനെ സൂചിപ്പിക്കാനാണ് എ എന്ന് കൊടുത്ത്. അവിടെ കേരള ഫിസിയോഗ്രഫി എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പം എന്താണ് സംഭവം നമുക്ക് നോക്കാം. എടാ, ഈ മാപ്പിൽ എ ബി സി ഡി ഇ എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണെന്നാ പറയുന്നത്? ഇതെന്താണ്? നമ്മുടെ ഭൂപടത്തിൽ ഉണ്ടാകേണ്ട അവശ്യ ഘടകങ്ങളാണെടാ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പം ഏതൊരു ഭൂപടത്തിനായാലും എ ബി സി ഡി ഇ എഫ് എന്നുള്ള രീതിയിൽ എല്ലാത്തിലും എഴുതി വെക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ എ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഭൂപടത്തിൻ്റെ തലക്കെട്ട് അഥവാ ടൈറ്റിൽ അല്ലേ? നമ്മളിവിടെ നോക്കിയില്ലേ, ഇതിൻ്റെ തലക്കെട്ടാണ് ഇതാ കേരള ഫിസിയോഗ്രഫി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ തലക്കെട്ട് അഥവാ ടൈറ്റിൽ എന്ന് പറയുന്നത്. രണ്ടാമത് ബി എന്താണ് പറയുന്നത്? തോത്, അതിൻ്റെ സ്കെയിലാണ്. സ്കെയിൽ ഇതാ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല, ബി ഇതാ അതിൻ്റെ സ്കെയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ സി എന്താ പറയുന്നത്? അപ്പോൾ മിസ് ആ മാപ്പ് ഒന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേഗം അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒരു മിനിറ്റ് ഇതാ നോക്കിക്കേ. അടുത്തത് സി നമ്മൾ പറഞ്ഞത് തോത്, അതായത് സ്കെയില്. അതേപോലെ ബി ആണ് തോത്, സി എന്താണ്? ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ദാ ഇവിടെ നോക്കിക്കേ, സി എവിടെയാണടാ കൊടുത്തത്? നോക്ക് സി ദാ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? ഡയറക്ഷൻ ഇതാ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു വെക്കുന്നുണ്ട് അല്ലേ? അടുത്ത എന്താ പറഞ്ഞത്? ഡി, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് പറയുന്നത്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അശാംശീയ രേഖാംശീയ സ്ഥാനമാണ് അവിടെ കൊടുത്തത്. അപ്പം നമുക്കിവിടെ അശാംശീയ രേഖാംശീയ സ്ഥാനം നമുക്ക് നോക്കാം. അശാംശീയ രേഖാംശീയ സ്ഥാനം എന്താണ്? ഡിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് മക്കളെ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതാണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഡിയിൽ ഇതാ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റും. മിസ് മാർക്ക് ചെയ്തില്ലേ? അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് ഇ ആണ് ചോദിക്കുന്നത്. കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്, അംഗീകരിച്ചിട്ടുള്ള ആരുമല്ല, നമ്മളെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ചിഹ്നങ്ങളും നിറങ്ങളുമാണ്. അത് ഇയിലാണ് പറയുന്നത്. ഈ എവിടെയാ നോക്കിക്കേ, ഇവിടെ കണ്ടില്ലേ? ഇവിടെ എന്താ റെഡ് കളർ കാണുന്നുണ്ട്, ദെൻ ഗ്രീന്, ദെൻ യെല്ലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ എന്താണ്? അംഗീകൃത ചിഹ്നങ്ങളും അതേപോലെ നിറങ്ങളുമാണ്. ഇനി എഫ് ആണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അഥവാ സൂചിക എന്ന് പറയുന്നതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചാലോ? അപ്പം അതാ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോന്നിനും എന്തൊക്കെ പ്രസക്തിയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെയും പ്രസക്തിയാണ് നമ്മളിനി നോക്കുന്നത്. തലക്കെട്ട് അഥവാ ടൈറ്റിലിൻ്റെ പ്രസക്തിയാണ് നമ്മളിനി നോക്കുന്നത്. തലക്കെട്ട് എന്ന് പറയുന്നത് എന്താണിടാ? നമുക്കറിയാം, ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്തായിരിക്കും ഇവയെ നമുക്ക് കാണിച്ചിരിക്കുക. ഇവയെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുമെന്നാ പറയുന്നത്? ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് കാണാം. യൂഷ്വലി ഇറ്റ്സ് ഗീവ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. മാപ്പിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും നമുക്ക് ഇവയെ കാണാൻ സാധിക്കുക. ഇനി തോതിലേക്ക് വരുന്ന സമയത്ത് തോത് എന്താണെടാ? രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ്. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആനുപാതിക അകലത്തെയാണ് നമ്മൾ തോത് എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഡിസ്റ്റൻസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഓൺ ദ എർത്ത്. എർത്തിലെ രണ്ട് പ്ലേസസ് തമ്മിലുള്ള ഒരു ആനുപാതിക അളവ്, ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ദൂരത്തിനെയാണ് ഈ ഒരു തോത് എന്നവിടെ പറയുന്നത്. ഇനി നമ്മൾ ഡയറക്ഷൻ, ദിക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഭൂപടത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മുടെ ദിക്ക്. ദിക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, അങ്ങനെ ഉണ്ട് അല്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അത് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്?
നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റുന്നത്. ഈ മേജർ ഡയറക്ഷനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എൻ്റെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, വടക്ക് നോക്കി യന്ത്രമാണ് എൻ്റെ മക്കൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വടക്ക് നോക്കി യന്ത്രം അഥവാ മാഗ്നറ്റിക് കോമ്പസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഏത് ദിശയിലാണ് നമ്മളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപകാരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന് പറയുന്നത് എന്താണ്, അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. ഇവിടെ മക്കളെ കാണാം, ഗ്ലോബിനും അതേപോലെ തന്നെ ഭൂപടത്തിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളെ നമ്മൾ എന്ത് പറയും, അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കും. അഥവാ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ചിലപ്പം അക്ഷാംശ രേഖകൾ എന്ന് മാത്രം ചോദിക്കും. അപ്പോൾ അത് പറയണം, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എന്തു പറയും, ഇമാജിനറി സർക്കിൾ, VIMB എന്ന് മിസ് എഴുതുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് VIMB വെരി ഇമ്പോർട്ടൻ്റ് നാട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, അത് ഇമാജിനറി സർക്കിൾ അല്ലേ. ഇമാജിനറി സർക്കിൾ ഡോൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആർ കോൾഡ് ലാറ്റിറ്റ്യൂഡ്. അത് ശ്രദ്ധിക്കണം, അത് ക്ലിയർ ആക്കി പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ലോഞ്ചിറ്റ്യൂഡിലേക്ക് വരുമ്പോഴോ, രേഖാംശ രേഖകളിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അത് ഒരു ഇമാജിനറി സെമി സർക്കിളാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡ് ആർ ദ ഇമാജിനറി സർക്കിൾ ദാറ്റ് ജോയിൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാറിപ്പോവരുത്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി മക്കളെ നമ്മൾ അടുത്തത് എന്താ പറയുന്നത് എന്ന് നോക്കിക്കേ. നമ്മുടെ കൺവെൻഷണൽ സൈൻസും സിമ്പിൾസും ആണ്, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളുമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഭൗമോപരിതലത്തിൽ നമുക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലേ, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ലൈക്ക് മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ, പ്ലാറ്റ്യൂസ്, പീഠഭൂമികൾ, സമതലങ്ങൾ, പ്ലെയിൻസ്, ജലാശയങ്ങൾ, വാട്ടർ ബോഡീസ്, ഗതാഗത മാർഗങ്ങൾ, റൂട്ട്സ്, പാർപ്പിടങ്ങൾ, സെറ്റിൽമെൻറ്റ്സ്, കൃഷിയിടങ്ങൾ, അഗ്രികൾച്ചർ ലാൻഡ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവയൊക്കെ ഓരോന്നിനും എന്താണ്, കൃത്യമായിട്ടുള്ള ഒരു നിറവും അതേപോലെ തന്നെ അംഗീകൃതമായുള്ള അടയാളങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഏത് മാപ്പിൽ നോക്കുകയാണെങ്കിലും മലക്ക് ഒരു, അതായത് നമ്മളെ ഒരു ഹില്ലിന് അല്ലെങ്കിൽ നമുക്കൊരു പർവ്വതങ്ങൾക്ക് മൗണ്ടെയിൻസിന് ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാ മാപ്പിലും ആ ചിഹ്നം തന്നെയും, അല്ലാണ്ട് ഓരോ മാപ്പിലും ഓരോ ചിഹ്നം അവിടെ കൊടുക്കില്ല. അതാണ് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ, ഭൂപടം നമുക്ക് നല്ല രീതിയിൽ വായിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇൻഡെക്സ്. മിസ് നേരത്തെ ഇവിടെ പറഞ്ഞ പിക്ചർ ഒന്നുകൂടെ മിസ് എടുത്ത് കാണിച്ചു തരാടാ. ഇതാ നോക്കിയേ, ഇൻഡെക്സ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായും ഇവിടെ യെല്ലോ കൊടുത്തിട്ടുള്ള കോസ്റ്റൽ ഏരിയ ആണ്, ദെൻ ഗ്രീൻ കൊടുത്തത് മിഡ്ലാൻഡ് ആണ്, അതേപോലെ തന്നെ ഒരു മെറൂൺ ആ റെഡിഷ് അത് കൊടുത്തിട്ടുള്ള എന്താണ്, ഹൈലാൻഡാണ്. നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഭൂപടം നല്ല രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരുപാട് സഹായിക്കും. അതെങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ല രീതിയിൽ മക്കൾ പരീക്ഷ ചെയ്താൽ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദ ബെസ്റ്റ്, അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് എക്സാം ചെയ്താൽ എക്സാം കഴിഞ്ഞിട്ട് മക്കൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോണ്ടന്റ് വീഡിയോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു കോണ്ടാക്ട് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.